എന്തൊക്കെയുണ്ട് വിശേഷം? ദേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു അവധിക്കാലം കൂടെ കഴിഞ്ഞ് തിരിച്ച് സ്കൂള് തുറന്നൂലേ. സ്കൂള് തുറക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യത്തെ ദിവസം ഒരു അന്തം കുന്തം കിട്ടാതെ ഇങ്ങനെ കിളി പോയി നടക്കും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ സ്കൂള് തുറന്നതാണ് കേട്ടോ. അതായത് പുതിയ അക്കാഡമിക് ഏപ്രിലായിരുന്നു. പിന്നെ ഒരു 1 മന്ത് പിന്നെയും വെക്കേഷൻ കിട്ടി. പിന്നെ ജൂണിൽ തുറക്കുമ്പോൾ പഴയ പോലെ തന്നെ ഒരു മാസമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം പഴയ പോലെ തന്നെ അല്ലേ. പക്ഷേ ഇപ്രാവശ്യത്തെ സ്കൂൾ തുറക്കലിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നല്ല മഴയോട് കൂടിയിട്ടായിരുന്നു തുടക്കം. രാവിലെ ഞാൻ 5:30 അലാം വെച്ച് എണീറ്റപ്പോൾ നല്ല ഗംഭീര മഴ. നാട്ടിലൊക്കെ ആണെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ മഴ എന്നുള്ളതൊരു പതിവ് കാര്യമായിരിക്കും. പക്ഷേ ഇവിടെ ജൂലൈയിലാണ് മൺസൂൺ തുടങ്ങുക. ഇവിടെ ഒരിക്കലും ജൂൺ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചൂട് പീക്ക് ടൈമായിരിക്കും. അപ്പോൾ അതിന്ന് ഒരു വ്യത്യാസമായിട്ട് നാട്ടിലെ പോലെ തന്നെ മഴ പെയ്തപ്പോൾ എന്തോ ഒരു സന്തോഷം കേട്ടോ. അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് എണീറ്റത്. ഇന്ന് ചപ്പാത്തിയും ചന മസാലയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നും അങ്ങനെ ആവണം എന്നില്ല. ഇന്ന് എന്തോ എനിക്ക് അതാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ചനയൊക്കെ വേവിക്കാൻ കുക്കറിൽ വെച്ചു. ചപ്പാത്തി ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും രണ്ടും കൂടെ ഒരുമിച്ച് കഴിയും. എന്ത് തന്നെ ഫുഡാണെന്നുണ്ടെങ്കിലും 8 മണിയോടുകൂടി എനിക്കുള്ള ഫുഡും കൂടെ ഞാൻ റെഡിയാക്കി കിട്ടും. പിന്നെ ഉച്ച വരെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ കടലക്കറിക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞാൻ വറുത്തരയ്ക്കാതെ ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ പുതിയ കത്തി സംഭവം അടിപൊളിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റീൽ ചോപ്പിംഗ് ബോർഡാണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ വ്യൂ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ഓൺ ആകുമ്പോൾ ഇങ്ങനെ കാണും. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. കിച്ചണിൽ ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എനിക്ക് നല്ലതെന്ന് തോന്നിയതാണ് ഞാൻ മാക്സിമം ടാഗ് ചെയ്യുക. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ എണ്ണക്കുപ്പി തന്നെയാണ്. നിങ്ങളതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യമേ ഒന്ന് പറയുന്നത് മാത്രം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നോർമൽ ചോളി മസാല പോലെയാണ് ഉണ്ടാക്കുന്നത്. ആട്ട ഇങ്ങനെ ആദ്യം തന്നെ കുഴച്ച് വെക്കും കേട്ടോ. എന്നിട്ട് അതൊന്ന് അടച്ച് വെക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കറി ഉണ്ടാക്കി വരുമ്പോഴേക്കും നല്ല സോഫ്റ്റായി നല്ല അടിപൊളി ഫുൾക്കി ആവും കേട്ടോ. ഈ ഡ്യൂട്ടി രംഷേട്ടനാണ് ചെയ്യാൻ. മിത്തുക്കുട്ടിയുടെ ഡ്രസ്സ് അയൺ ചെയ്യാന്നുള്ള. രാവിലെ നമ്മൾ ആ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ നമുക്ക് എല്ലാത്തിനും കൂടി നടക്കാൻ പറ്റില്ല. പിന്നെ ചപ്പാത്തി കുഴച്ച കൈയായിട്ട് പിന്നെ എനിക്ക് അത് കഴുകി അയൺ ചെയ്യാമെന്നൊന്നും പറയണത് നടക്കണ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് മിത്തുക്കുട്ടിക്കുള്ള രാവിലത്തെ ഈ ഡ്യൂട്ടി രംഷേട്ടൻ്റെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കടലക്കറി ഓൾമോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി ആയ ദിവസം എന്താ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അത് തന്നെ ആവാം. ബാക്കിയുള്ള സംഭവം റൈസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അങ്ങനത്തെ ഒരു പണിയും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു പണി ആലോചിച്ചിട്ടാണെങ്കിൽ ചപ്പാത്തി തന്നെ ആക്കുക. രണ്ടാകുമ്പോൾ ഡബിൾ പണിയില്ല. അതും രണ്ടുപേരും 7:40 ആകുമ്പോഴേക്കും ഒരു 7:40 ആകുമ്പോഴേക്കും രണ്ടുപേരും പോവും. അപ്പോൾ അതിന് മുന്നേ 5:30 എണീറ്റാൽ പോലും 7:40 ആകുമ്പോഴേക്കും പിന്നെ മിഥുനാണെങ്കിൽ ഷോർട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അതിന് സ്നാക്സ് അധികം പഴം ഇങ്ങനെ നെയ്യിൽ വറുത്തതോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒക്കെ ആയിരിക്കും വെക്കുക. വെള്ളിയാഴ്ച മാത്രമാണ് ഞാൻ ബേക്കറി വെച്ച് കൊടുക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എന്തെങ്കിലും കുക്കീസൊക്കെ വെക്കും. ബാക്കിയുള്ള ദിവസമൊക്കെ ഫ്രൂട്ട്സ് അങ്ങനത്തെയൊക്കെയാണ്. ഇതാണ് രംഷേട്ടൻ്റെ സ്നാക്സ് ആണ് കേട്ടോ. വെറും സ്നാക്സ്. ഇപ്പോൾ ആൾ ജിമ്മിലൊക്കെ പോയി തുടങ്ങിയതിൻ്റെ ശേഷം ഒരു 5-6 മാസമായി പരിപാടി തുടങ്ങിയിട്ട് ഇടനേരത്ത് കഴിക്കാനുള്ള സാലഡ്സ് അതുപോലെ തന്നെ പീനട്ട് വാൾനട്ട് ഇതെല്ലാം റോസ്റ്റ് നമ്മൾ എയർ ഫ്രയറിൽ റോസ്റ്റ് ചെയ്തെല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ടിഫിനിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ സാറ്റർഡേ സൺഡേ അതാണ് പരിപാടി. അതൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതപ്പോൾ രാവിലെ ആകുമ്പോൾ ടിഫിനിൽ ആക്കാൻ കുറച്ചും കൂടെ ഈസി ആണല്ലോ. അപ്പോൾ അങ്ങനെ ഇതേ രണ്ടുപേരെയും പറഞ്ഞ് അയക്കാനുള്ള തത്രപ്പാടാണ്. ഞാനിപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞങ്ങൾ തമ്മിലൊരു എന്താ പറയുക ഒരു പ്രത്യേക തരം ഇതിലാണ് കേട്ടോ ഇങ്ങനെ പോണത്. അതായത് ചിരിയോ വർത്താനോ കളിയോ നോർമൽ നമ്മുടെ വ്ളോഗിൽ വീക്കെൻഡ്സിലുള്ള അങ്ങനത്തെ ഒന്നും കളി ഞങ്ങൾ തമ്മിൽ സംസാരിക്കണ പോലും ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നമ്മൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക തരം ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും ഓടിക്കൊണ്ടിരിക്കുകയാവും അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആരും പരസ്പരം വർത്താനം പറയും ചിരിക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കുറച്ച് സമയം അങ്ങനെയൊക്കെയാണ്. രാവിലത്തെ ശരിക്കും ഒരു എന്താ പറയുക ഒരു ഓട്ടം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ ഈ ഡാൻസ് വിത്ത് ദീപ്തിയുടെ ഒരു 1/2 hour ഒരു ഡാൻസ്. വേറെ ഒന്നും തന്നെയല്ല, എനിക്ക് ആ ജിമ്മിലേക്ക് പോകാനുള്ള ഒരു വാം അപ്പ് സെഷൻ ഒരു 1 week ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദേ രണ്ടുപേരും റെഡിയായി ഓടുകയാണ്. ഈ മഴ കാരണം ഇന്നൊരു പ്രത്യേക മൂഡിലാണ് കേട്ടോ രണ്ടുപേരും. ഫസ്റ്റ് ഡേയോ ആണ്. അപ്പോൾ എണീക്കാനും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിത്തുകുട്ടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. നല്ല അടിപൊളി മഴ. ഞാനിതിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടാവും. അപ്പം ഞാൻ ഈ സൈഡിലേക്ക് പിടിക്കട്ടെ, കാരണം ലൈറ്റ് അവിടെ നിന്നായ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ ക്ലിയറായി കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം നല്ല അടിപൊളി മഴ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു സൈക്കോ മഴ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാനിങ്ങനെ പറഞ്ഞല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നാട്ടിലെ പോലെ മഴയൊന്നുമില്ല, ഭയങ്കര ചൂടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ സ്കൂള് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വല്ലാത്തൊരു മഴ. ഇന്ന് രാവിലെ ഞാൻ എണീറ്റ മുതൽ നല്ല മഴയാണ്. മിത്തുക്കുട്ടിക്ക് കറക്റ്റ് സ്കൂളിൽ പോകാനുള്ള ആ ഒരു കുറച്ച് സമയത്ത് ഭാഗ്യത്തിന് മഴ നിന്നുകൊണ്ട് മിത്തുവിന് വലിയ കുഴപ്പമില്ലാതെ പോയി. അല്ലെങ്കിൽ റെയിൻ കോട്ടും അതും ഇതൊക്കെ
ഇട്ടിട്ട് വേണ്ടേ പോകാൻ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയം ശരിക്കും ആ ഒരു കുറച്ച് സമയം രക്ഷപ്പെട്ടു. ഇപ്പം നല്ലൊരു മഴ പെയ്ത് തോർന്നു, അതുകൊണ്ടാണ് ഒന്ന് ഒരു വെളിച്ചം, നല്ലൊരു മഴ ഇപ്പോൾ പെയ്തു കേട്ടോ. പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് ജൂണിലൊക്കെ ഇങ്ങനെ മഴ കിട്ടണത്. എപ്പോഴും ജൂലൈ ആവും, ജൂണിലൊക്കെ നല്ല പൊരിഞ്ഞ വെയിലായിരിക്കും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനി ഞാൻ എൻ്റെ പണി നോക്കട്ടെ. ഇനി ആസ്വദിച്ചിരുന്നാൽ ശരിയാവില്ല. സത്യം പറഞ്ഞാൽ മൂടി പോച്ച് കിടന്നുറങ്ങാനാണ് തോന്നുന്നത്. പക്ഷെ പിന്നെ കൊണ്ടുവരാറാകുമ്പോഴേക്കും എല്ലാ പണിയും തീർക്കണം, പെട്ടെന്ന് തണുക്കും. അപ്പോൾ അതുകൊണ്ട് ചൂട് പോയ ഒരു സമാധാനത്തിലാണ്. അല്ലെങ്കിൽ ആകെ വേർത്ത് നമ്മൾ ക്ഷീണിക്കും. പിന്നെ പണിയൊക്കെ എടുക്കാൻ ഒരു ഉഷാറുണ്ട്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയി. ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള മഴയൊക്കെ ഇവിടെ കിട്ടിയല്ലോ. ഒരു കൊല്ലമായി ഈ ഒരു ഡ്രയർ വാങ്ങിച്ചാലും എനിക്ക് ഈ ഒരു മഴ സമയത്താണ് കേട്ടോ ഇത് ഇത്രയും യൂസ്ഫുൾ ആണെന്ന് മനസ്സിലായത്. കാരണം ഇത് നമ്മുടെ ബാൽക്കണി എന്ന് പറയുമ്പോൾ ഊത്താലടിക്കാം. അപ്പോൾ എങ്ങനെയായാലും അത് തോരിടാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിലൊക്കെ വെച്ചിട്ടൊക്കെ ഉണക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഡ്രയർ ഭയങ്കര യൂസ്ഫുൾ കേട്ടോ. ഞാനിത് കെല്ലി പോയി നിൽക്കുകയാണ്, എന്താണെന്ന് എനിക്കെന്നെ അറിയില്ല. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലിങ്കിറ്റിൽ നിന്ന് ഓർഡർ ചെയ്തത്. നോക്കിയാൽ ഒരു കൊട്ട കറിവേപ്പിൻ്റെ തണ്ടോട് കൂടി അങ്ങനെ തന്നിരിക്കാൻ തോന്നുന്നു. നാട്ടിലൊക്കെ എൻ്റെ എത്ര കറിവേപ്പിലെന്ന് ആലോചിക്കുമ്പോൾ ഇത് നല്ല ഫ്രഷ് കറിവേപ്പില കേട്ടോ. പക്ഷെ ഇതെന്താ വെച്ചാൽ പെട്ടെന്ന് നാശമാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. അപ്പം പിന്നെയും കുറച്ച് കാലം കൂടി ഇരിക്കും. എന്തായാലും നമ്മൾ അപ്പം പൊട്ടിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു കറിവേപ്പിലയുടെ മണം അതൊന്ന് വേറെ തന്നെയല്ലേ. അപ്പം നാട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കറിവേപ്പിലയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളർത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഗാർഡനിങ്ങിൽ എൻ്റെ ഇൻട്രസ്റ്റ് 0 ആയത് കാരണം ഞാനതൊക്കെ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ല. എല്ലാത്തിനും നമ്മൾ പറയില്ലേ, എല്ലാത്തിനും നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം. സംഭവം ഭയങ്കര ഈസിയാണ് നമുക്ക് തോന്നുമെങ്കിലും, ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ എല്ലാവരും പറയും അത് ഭയങ്കര ഈസിയല്ലേ. പക്ഷെ അത് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ മനസ്സറിഞ്ഞ് കഴിക്കാനും മനസ്സറിഞ്ഞ് ഉണ്ടാക്കാനും ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് കുക്കിംഗ് ആയാലും അത് ശരിക്കും പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തും ക്ലീനിങ് ആയിക്കോട്ടെ, എന്തും അതിനൊരു എന്താ പറയുക, ഒരു ഇഷ്ടം വേണം അല്ലേ. അതിനൊരു ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണ് അത് ആ ഒരു പെർഫെക്റ്റ് രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് ജീവിതകാലം മുഴുവനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഗാർഡനിങ് എന്ന് പറയുന്നത് ആരംഭശൂരത്വം മാത്രമുള്ള ഒരു സംഭവമാണ്. കുറച്ച് കാലമൊക്കെ ആ ഒരു ചെടി കാണുമ്പോൾ രസം തോന്നും. പക്ഷേ ഇനിയിപ്പോൾ നാട്ടിലൊക്കെ ആവുകയാണെങ്കിൽ എന്താവും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പൊതുവേ അതിന് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. അത് കൂടെ നടക്കാനും ചെടി പൊട്ടിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിലും ഞാൻ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് സമയം കണ്ടെത്തി ഗാർഡനിങ് ശ്രദ്ധിക്കുന്ന ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇതുവരെയുള്ള എൻ്റെ ചെടികളൊക്കെ വെച്ചിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കും, അതല്ല അതിനൊരു എക്സ്ട്രാ കെയർ എന്ന് പറയുന്നത്. ഇപ്പം ക്ലീനിങ് പോലെയൊക്കെ ഇപ്പം എനിക്ക് ആരും ക്ലീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന സംഭവമാണ് വീട് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അതൊരു ഭയങ്കര ഹാപ്പിനെസ്സാണ്. കുക്കിങ്ങും ഇഷ്ടം, പക്ഷെ കുക്കിങ്ങിനേക്കാളും ഒരു പടി മുന്നിൽ ഇഷ്ടം ക്ലീനിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കുക്കിംഗ് എനിക്ക് ചിലപ്പോൾ ബോറടിക്കും, അതായത് ചിലപ്പോൾ ഭയങ്കര ഹെക്ടിക്കായിട്ട് ഫീൽ ചെയ്യും, ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കാതെ. പക്ഷെ ക്ലീനിങ് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ വരുമ്പോഴും നമുക്കിങ്ങനെ ആ ഒരു ക്ലീനിങ്ങിൽ ഇങ്ങനെ മുഴുകിയിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഇതും മാറിയ ഹാപ്പിനെസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം അതാണ് കൂടുതൽ ഇഷ്ടം എന്ന് ഞാൻ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത് നമ്മുടെ കറിവേപ്പില റെഡിയായി. ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ പണി? എനിക്ക് പിന്നെ ചപ്പാത്തിയും കറിയും ഓൾറെഡി രാവിലേക്ക് ഉച്ചയ്ക്കും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇന്ന് ഞാൻ ഫിഷ് വാങ്ങിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫിഷ് വന്നിട്ടില്ല. അപ്പം വിചാരിച്ച് ഇന്ന് ഫിഷ് ആക്കാം. ഇന്ന് നല്ല കണവ, കൂന്തളല്ലേ, കൂന്തൽ. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോഴേക്കും ബാക്കിയുള്ള പണികളൊക്കെ തീർക്കണം. നിങ്ങൾ പലരും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇതെന്താ ഇപ്പം ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ആക്ച്വലി ഇത് എത്രയോ കാലം മുന്നേ ഒരു നൈറ്റ് ഡ്രസ്സാണിത്. ഇതിൻ്റെ ലിങ്ക് ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല, കുറേ മുന്നത്തെയാണ്. പക്ഷെ ഞാനിത് ഇടാറില്ല, കാരണം ഇത് കാണുമ്പോൾ ഒരു നല്ല ഡ്രസ്സല്ല. അപ്പം ഇങ്ങനെ തോന്നുന്നു ഇത്ര നല്ല ഡ്രസ്സൊക്കെ രാത്രി എന്തിനാ ഇട്ട് കിടക്കണേ, എൻ്റെ പൂറ ഡ്രസ്സ് ഇട്ടിട്ടാണ് എപ്പോഴും കിടക്കുക. പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു ഈ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ഒരു 4-5 കൊല്ലമായി, 5 കൊല്ലമായിട്ട് ഒരു ഡ്രസ്സ് ഇങ്ങനെ വെറുതെ എടുത്ത് വെക്കുക, രാവിലെ ഇടാതെ എടുത്ത് വെക്കുക. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇതൊക്കെ ഇട്ട് തുടങ്ങി. കാരണം എൻ്റെ കയ്യിലുള്ള നൈറ്റ് ഡ്രസ്സുകളൊക്കെ നല്ല അങ്ങനെ ഇട്ട് മാക്സിമം ഉപയോഗിച്ചൊരു നാറ്റ ഡ്രസ്സുകളായപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഗംഭീരമാവാം. പക്ഷെ എനിക്ക് എൻ്റെ ചിരിയോട് രാത്രി ഇത്രയും നല്ല ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ കുറച്ച്, പക്ഷെ നല്ല സുഖമുണ്ട്, ഇടാനും ഭയങ്കര കംഫർട്ടാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഫുൾ സ്ലീവൊക്കെ ഇടുന്നത് വെച്ചാൽ മഴയൊക്കെ പെയ്ത് ഒരു ഇത്തിരി തണുപ്പൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ എവിടെയെങ്കിലും ഉണ്ട് തന്നെ ഞാനൊന്ന് തപ്പി നോക്കട്ടെ, ഓൺലൈനിൽ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ സിമിലർ പ്രോഡക്റ്റ് ക്ലോവിയ ആണെന്നാണ് എൻ്റെ ഒരു സംശയം. ക്ലോവിയയുടെ സിമിലർ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. കുറേ മുന്നത്തെ ആയതുകൊണ്ട് ഇതൊക്കെ ഉണ്ടോ ഈ പാറ്റേണൊക്കെ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കറിവേപ്പില ഫുള്ള് റെഡിയായി. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായി കഴുകി ഉണക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാലും കുറേ കാലം ഇരിക്കും. ഇപ്പം
ഇപ്പം എനിക്ക് ഇത്രയും വലിയ കൊമ്പ് അങ്ങനെ കഴുകി ഉണക്കി എടുത്ത് വെക്കാനൊന്നും വയ്യ സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പോവും. ആ സമയത്ത് പക്ഷെ നന്നായിട്ടൊന്ന് കഴുകണം, അത്രയേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഗ്രൗണ്ട് നട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഗ്രൗണ്ട് നട്ട് ഓയിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ ഒരു വർഷത്തോളമായിട്ട് ഗ്രൗണ്ട് നട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകിച്ച് അതിന് ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ വെളിച്ചെണ്ണ ഓഫ് കോഴ്സ് നമ്മുടെ നാടൻ വിഭവമൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് താളിച്ചിടാനൊക്കെ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ, അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ചെറിയ ചെറിയ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ നല്ലെണ്ണ, നെയ്യ് ഇതൊക്കെ ആക്കി വെക്കാനാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ആ ടിഷ്യൂ ആയിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തതിന് ശേഷമുള്ള എണ്ണയും കാര്യങ്ങളൊന്നും ആവില്ലല്ലോ വിചാരിച്ചിട്ടാണ്. ഞാൻ സത്യം പറഞ്ഞ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഈ ഒരു പൂജ ഏരിയ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആകെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വൃത്തികേടായി കിടക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് വിളക്ക് കഴുകും എന്നല്ലാതെ ഇതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിത് ചെയ്യാം എന്നുള്ളത്. ഇത് വൂക്കിയുടെ പ്രോഡക്റ്റ് കേട്ടോ, കിഡിലൻ പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഞാൻ ബാത്റൂമിൽ നമുക്ക് ആ ഹാർട്ട് സ്റ്റെയിൻസ് ഒക്കെ പോകാനുള്ളതും അതുപോലെ ഇത് ലൈമാണ്. ഇത് ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ഈ ഒരു സാധനം ഇത് കിഡിലൻ സാധനമാണ് കേട്ടോ. ഞാൻ ഈ പ്രോഡക്റ്റൊക്കെ ടാഗ് ചെയ്ത അമ്മ നാട്ടിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് പാത്രം കഴുകാൻ. അപ്പം ഞാനും ഫ്ലിപ്കാർട്ടിൽ കണ്ടപ്പോൾ വാങ്ങിച്ചത് 100 സംതിങ് രൂപയുള്ളൂ. ഇതൊരു 3-4 വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലൊന്ന് ഞാൻ ഈ ഒരു സാധനം ക്ലീൻ ചെയ്യാനും ബാക്കി നമ്മൾ പാത്രം കഴുകാനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിലൊട്ടും ഇങ്ങനെ ഇതിങ്ങനെ പിടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൂജാ റൂമും അതുപോലെ കിച്ചൺ ഫുള്ള് ഞാൻ ആ വൂക്കിയുടെ ആ ഒരു ലൈം സ്പ്രേ ആയിട്ടാണ് കേട്ടോ എപ്പോഴും മീനൊക്കെ ആണെങ്കിലും തുടയ്ക്കുക. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കാൻ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് കേട്ടോ. ഇപ്പം ഞാൻ നമ്മുടെ വെള്ളപ്പത്തിനുള്ള മാവ് അരച്ച് വയ്ക്കണം. നാളെ രാവിലെ വെള്ളപ്പം മുട്ടക്കറി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ലഞ്ചിന് രംശേട്ടനും കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടം, മിത്തുക്കുട്ടിക്കും കൊണ്ടുപോകാൻ ഇഷ്ടം. അപ്പോൾ ഞാൻ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് വെള്ളപ്പം എപ്പോഴും ഉണ്ടാക്കുക കേട്ടോ. നമ്മുടെ റവ കുറുക്കിയിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ട് സൂപ്പറായിട്ട് ഇരിക്കും. അതിലാകുമ്പോൾ ഈസ്റ്റും സംഭവങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് നാളികേരത്തിൻ്റെ വെള്ളവും. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് കാണിക്കാം. ഇത് നാട്ടിൽ അമ്മ ഉണ്ടാക്കിയ വെള്ളപ്പാണ്, സെയിം രീതി റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി. അടിപൊളി ക്രിസ്പി ആയിട്ടിരിക്കുവേ. അങ്ങനെ മിത്തുക്കുട്ടീനെ അതേ സ്കൂളിൽ നിന്ന് എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇപ്പം ചെറുതായിട്ട് മഴയ്ക്കൊരു എന്താ പറയുക, ഒരു ശമനമുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ തുള്ളി ഇടുന്നേ ഉള്ളൂ. ദൈവമേ ഇവിടെ എത്തുന്നവരെ മഴ പെയ്യരുതേ. ഒരു വലിയ യമണ്ടൻ കോടയിട്ടാണ്. ഇതായിട്ട് എനിക്ക് നടക്കുമ്പോൾ തന്നെ എന്തോ പോലെ ഭയങ്കര വലുപ്പം. അപ്പം ഞാനും മിത്തും കൂടെ അതിൽ പോവാലോ എന്ന് വിചാരിച്ചു. ഈ മുംബൈയിൽ എനിക്ക് മഴ പെയ്താൽ പുറത്തിറങ്ങാൻ ഒട്ടും ഇഷ്ടമില്ല. ഐ മീൻ അങ്ങനെ വീട്ടിലിരുന്ന് മഴ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളൂ കേട്ടോ. പുറത്തിറങ്ങി നടക്കാൻ എനിക്കിഷ്ടമല്ല മഴയത്ത്. പക്ഷെ നാട്ടിലെനിക്കിഷ്ടം. നാട്ടിൽ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പാടത്ത് ഗ്രാമമാകുമ്പോൾ ആ ഒരു മണ്ണ് ചവിട്ടുമ്പോൾ പോലും അതിനൊരു ഭംഗിയാണ്. ടൗണിലൊന്നും അത്ര വലിയ രസം ഉണ്ടാവില്ല. അതുപോലെയാണ് മുംബൈയിൽ എനിക്ക്. സ്കൂൾ തുറന്നാൽ പിന്നെ ഒന്നിനും സമയമില്ല. സ്കൂളിൽ നിന്ന് വന്നു, കുളിക്കണു, ജസ്റ്റ് ഒരു സ്നാക്സ് കഴിക്കണു, ഓടണു കേട്ടോ. ഓരോ ദിവസം ഓരോ ക്ലാസ്സസ് ആയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഡ്രോയിങ് ക്ലാസ്സാണ് ഉള്ളത്. അപ്പോൾ അതിന് ഞാൻ മിത്തുക്കുട്ടീനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴി ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. കുറേ കാലമായില്ലേ ഈ ഒരു പച്ചപ്പും ഹരിതാപയൊക്കെ കണ്ടിട്ട്. ഇതേ കണിക്കൊന്ന ഇങ്ങനെ മഴ പെയ്തിട്ട് നല്ല കണിക്കൊന്നുണ്ട്. മഴ ആകെ ഒരു 2 ദിവസമായിട്ടുള്ള പെയ്യാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നല്ല കണിക്കൊന്ന പൂത്തുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും മിത്തുവിനെ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു വഴി കൂടെ ഒരു ചെറിയ നടത്തുന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുംബൈ സ്ട്രീറ്റ് കൂടെ. ഞാൻ പറയാറില്ലേ മഴയത്ത് നടക്കാൻ ഇഷ്ടമല്ല എന്നുള്ളൂ, പക്ഷേ ഈ ഒരു സ്ട്രീറ്റ് ഭയങ്കര വികാരമാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഫുൾ സെയിലാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ കേരള സ്റ്റോറിൽ നിന്ന് കൈമ റൈസും അതുപോലെ റവയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. കൈമ റൈസിൻ്റെ മണം അതൊരു വേറെ മണം തന്നെയല്ലേ. അതുകൊണ്ട് ഞാൻ എല്ലാ മാസം 1 കിലോൻ്റെ കൈമ റൈസ്, ചിലപ്പോൾ അത് കഴിഞ്ഞില്ലെങ്കിൽ അതിനനുസരിച്ച് ഈ വീക്കെൻഡ്സിലൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ. ഇപ്പോൾ നമ്മുടെ ഈദും അല്ലേ അതൊക്കെ കാര്യങ്ങളൊക്കെ വരുന്ന കാരണം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമല്ലോ, വീക്കെൻഡൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രോൺസ് ബിരിയാണി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കൊണ്ടതാണ് കേട്ടോ. അപ്പോൾ റവയും കാര്യങ്ങളും കൂടെ കൂട്ടത്തിൽ വാങ്ങി. അങ്ങനെ മിത്തുവിനെ കൊണ്ടാക്കി വന്നു. ദേ ഡിന്നർ പരിപാടിയാണ് കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൂന്തൽ കിട്ടിയിട്ടുണ്ട്. സ്ക്വിഡ്, കണവ, നമ്മൾ കൂന്തൽ എന്ന് പറയും. അപ്പോൾ അത് ഒരു റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ചപ്പാത്തിയും കൂന്തൽ റോസ്റ്റുമാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു രാവിലെയും ചപ്പാത്തി, ഉച്ചയ്ക്കും ചപ്പാത്തി. കൂന്തൽ റോസ്റ്റും ചോറായാലോ, ഒരു നാടൻ ഊണ് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചോറ് ദേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കൂന്തൽ റോസ്റ്റിനുള്ള ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വലിയ ഉള്ളിയൊക്കെ റെഡിയാക്കി. അപ്പോൾ അതിൻ്റെ പരിപാടി. പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരി, ഒരു ചെറിയ മോര്, പുളിശ്ശേരി, ഇത്രയാണ്. കാരണം വെറും കൂന്തൽ റോസ്റ്റ് ആകുമ്പോൾ അത് തികയുമില്ല. പിന്നെ അത് അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു കറി വേണം. അപ്പം ഞാൻ വിചാരിച്ചു മോര് കറി ഉണ്ടാക്കാം. മോര് കറി പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വെറും മോര് മാത്രമായിട്ട് അങ്ങനെ മോര് കാച്ചിയത് പോലത്തെ പുളിശ്ശേരി പോലത്തെ ഉണ്ടാക്കാം.
ഡിന്നറാക്കാമെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ നടന്നിട്ടാട്ടോ വന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നു. ഇനി മുതൽ കുറച്ച് നടത്തും കാര്യങ്ങളൊക്കെ ആവാമെന്ന് വിചാരിച്ചൊരു വാമപ്പും കാര്യങ്ങളൊക്കെ അല്ലേ തുടങ്ങിയിട്ട് 2 ദിവസം കൂടെ നടന്നിട്ട് വേണം ജിമ്മിൽ പോയി തുടങ്ങാൻ, അല്ലെങ്കിൽ ഇപ്പം തന്നെ നടക്കുമ്പോൾ വയ്യാതെ ആവണം. അപ്പം പകുതി വഴിക്ക് വെച്ചപ്പോഴാണ് കുട എടുക്കാൻ മറന്നു കേട്ടോ. ഇപ്പം മഴക്കാലമാണെന്നുള്ളൊരു ബോധവും ഇല്ലാതെ മിഥുനെ കൂളായിട്ട് കൊണ്ടേക്ക് തിരിച്ച് പകുതി വഴിക്ക് വെച്ചപ്പോഴാണ് ദൈവമേ മഴക്കാലമാണ്, ഒരു കുട പോലും എടുക്കാതെ എന്ത് അഹങ്കാരത്തിലാണ് ഈ നടന്ന് വരുന്നത് എന്ന് ആലോചിച്ചത്. പക്ഷെ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല. അപ്പം അമ്മ ഏറ്റവും അടിപൊളിയായി ഉണ്ടാക്കുന്ന ഒരു കറിയിലൊന്നാണ് കേട്ടോ ഈ കൂന്തൽ റോസ്റ്റ്. പണ്ട് അമ്മ എപ്പോഴും ഇങ്ങനെ ചപ്പാത്തിയുടെ കൂടെയാണ് എപ്പോഴും കൂന്തൽ. അതുകൊണ്ട് എനിക്കും ഗീതുവിനൊക്കെ കൂന്തളും അതുപോലെ തന്നെ ചെമ്മീനാകുമ്പോൾ പലതരത്തിൽ ഉള്ളി മുളക് അരച്ചിട്ടുള്ള ചെമ്മീൻ ഒക്കെ ചപ്പാത്തിയുടെ കൂടെയാണ്. അപ്പം അമ്മ ഉണ്ടാക്കുന്ന കൂന്തൽ റോസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കൂന്തൽ റോസ്റ്റിന് ശരിക്കും ചെറിയ ഉള്ളി മാത്രമാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിപ്പോൾ അത്രയും ചെറിയ ഉള്ളി നേരെയൊക്കെ വയ്യാത്തതുകൊണ്ട് ഞാനൊരു 10-25 അല്ലി എടുത്തിട്ട് ബാക്കി ഒരു നമ്മുടെ സവോള എടുത്തു. ഒരു 1/2 കിലോ കൂന്തളാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വേവാണ് മെയിൻ. അതായത് പ്രോൺസും കൂന്തളൊക്കെ അങ്ങനെയാണ്, അതിൻ്റെ വേവ് കറക്റ്റ് അല്ലെങ്കിൽ റബ്ബർ പോലെ ഇരിക്കും. സ്പെഷ്യലി കൂന്തൾ നല്ലോണം ശ്രദ്ധിക്കണം എന്നാണ് പറയുക. അപ്പം ഞാൻ ഇന്ന് കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ. കുക്കറിലാവുമ്പോൾ എന്താ പറയുക, ഒരു ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും വെച്ചിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ആ ഒരു വെള്ളം മാത്രമാണ് അതൊന്ന് വറ്റിച്ചെടുക്കണ്ടു. അതല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു 3-4 മിനിറ്റിലൊക്കെ കൂന്തൾ വേവും. കുറച്ച് മിനിറ്റ് മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓവർ കുക്കായി അല്ലെങ്കിൽ റബ്ബർ പോലെ ആയി തോന്നുകയാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്, അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-20 മിനിറ്റും കൂടെ വേവിച്ച് കഴിഞ്ഞാൽ ആ ഓവർ കുക്കായത് പിന്നെ ശരിയായിക്കോളൂ കേട്ടോ. റബ്ബർ പോലെ ആയത് തിരിച്ച് പഴയ പോലെ തന്നെ ആയിക്കോളും. എങ്ങാനും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഓപ്ഷനുള്ളൂ. കൂന്തളിലാവുമ്പോൾ വെള്ളം വെക്കരുത്, കൂന്തളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. വേണമെങ്കിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം, പക്ഷേ എന്നാലും വിസിൽ വരുമ്പോഴേക്കും അത് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു സമയം കൊണ്ട് ചോറിന് ഞാൻ പറഞ്ഞില്ലേ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ ഈ പൊടികളും സാധനങ്ങളും എന്ത് എടുക്കുമ്പോഴും അതെല്ലാം ടിഷ്യൂവിൽ തുടച്ചിട്ട് രണ്ടാമത് വയ്ക്കും. അല്ലെങ്കിൽ പിന്നെ ആ ഒരു സെക്ഷനൊക്കെ വൃത്തിയാക്കാൻ കുറച്ചധികം പാടാണ്. അപ്പോൾ അപ്പം ഇങ്ങനെ വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ മന്ത്ലി ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ വലിയൊരു പണി തോന്നാറില്ല. ഓരോരുത്തർക്കും ഓരോ പോലെയാണ്, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം മോര് കാച്ചിയത് കേട്ടോ. മിത്തുക്കുട്ടി മോര് തീരെ കഴിക്കില്ല, ഇന്നേ വരെ ലൈഫിൽ കഴിച്ചിട്ടില്ല. പക്ഷേ മോര് കാച്ചിയത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു പ്രത്യേകതരം ജീവിതമാണ് എനിക്ക് അങ്ങടേന്ന് അറിയില്ലേ. അപ്പോൾ ഉള്ളി ഇഷ്ടമല്ല, പക്ഷേ ഉള്ളി സംബന്ധി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു പ്രത്യേക തരം സംഭവങ്ങളാണ് ഇവിടെയുള്ള എല്ലാവരും കേട്ടോ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും പൊട്ടറ്റോ ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കുക പണ്ട് മുതലേ കേട്ടോ. പൊട്ടറ്റോ ഇങ്ങനെ എന്താ പറയുക, ഉള്ളി ഒന്നും ഇടില്ല, ജസ്റ്റ് ഇങ്ങനെ മുരിച്ച് എണ്ണയിൽ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കും. ദേ കൂന്തൾ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ വരട്ടിയെടുക്കുകയാണ്. കൂന്തൽ അവിടെ റെഡി ആകുമ്പോഴേക്കും ദേ മിത്തുക്കുട്ടി ക്ലാസ് കഴിഞ്ഞ് വന്നു. രംശേട്ടനാണ് കേട്ടോ മിത്തുക്കുട്ടീനെ എടുക്കുക. വരുമ്പോൾ ഇതുപോലെയാണ് ആ കോളിംഗ് ബെല്ല് നമ്മൾ അടിച്ച് നമ്മൾ എവിടെയാണെങ്കിലും പറന്ന് വന്ന് ഡോറ് തുറക്കണമെന്നാണ് മിത്തുവിൻ്റെ ആഗ്രഹം തോന്നുന്നു. നമ്മൾ വേറെ എവിടെയെങ്കിലും കാര്യം ചെയ്യായിരിക്കും, പക്ഷേ നമുക്ക് അത്ര ഓടി വരാൻ പറ്റില്ല, അതുവരെ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്ന് ഡ്രോയിങ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ സംഭവം ഉണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടോ ഇതുപോലെയായി റോസ്റ്റ്. ശരിക്കും ഈ ഏത് ഫിഷ് ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കി ഒരു 3-4 മണിക്കൂറൊക്കെ വെക്കും അതിന് ടേസ്റ്റ്. പക്ഷേ കൂന്തൾ ഒരു മിനിമം 20 മിനിറ്റെങ്കിലും വെച്ചിട്ട് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ മസാലയൊന്നും അതിൽ പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ തോറും ഫിഷ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, മസാല മൊത്തം വരും. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രമേശേട്ടനൊരു കോളോ എന്തെങ്കിലും ഏർജൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാകും. ഇതെന്നും സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ വിളമ്പി വെച്ചിട്ടുണ്ട് പ്ലേറ്റിൽ. എനിക്കാണെങ്കിൽ പ്ലേറ്റിൽ വിളമ്പി ഇങ്ങനെ കാത്തിരിക്കുക പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കഴിച്ചു തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കൂന്തൽ റോസ്റ്റ്. എന്തായാലും ഞാൻ റെസിപ്പി കാണിക്കാം. അങ്ങനെ കാത്തിരുന്ന് ഞാനൊരു സൈഡിൽ കൂടെ ഫുള്ള് കഴിച്ച് തീർക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇനി വേഗം കിടക്കും വേണം, കാരണം മിത്തുക്കുട്ടിക്ക് നാളെ സ്കൂളും ഓഫീസും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്.